TPM ഇബ്രാഹിം എന്താണ് പ്രതീക്ഷിക്കുന്നത്? റാങ്ക് പട്ടിക റദ്ദാക്കില്ല, പ്രവേശന നടപടി തടസ്സപ്പെടില്ല എന്നുള്ള പ്രതീക്ഷകൾ ഒരു വശത്തുണ്ട്. എന്താണ് ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ എന്താണ് പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന്? ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റും അതിൻ്റെതായ ന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വിപരീതമായി ഞങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് ഇതുമൂലം നഷ്ടം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ തീരുമാനം നടത്താൻ പാടില്ല എന്നുള്ള ഒരു അപ്പീലാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സുപ്രീം കോടതി വിലയിരുത്തുമ്പോൾ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നും വിഭിന്നമായ ഒരു തീരുമാനം അസമയത്തെടുത്ത് അതിൻ്റെ പേരിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നടന്നു വരുന്ന ആ സമ്പ്രദായം യഥാർത്ഥ പ്രോസ്പെക്ടസിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നതാണല്ലോ ഈ പരീക്ഷകളെല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ന്യായമായ ഒരു ലിസ്റ്റ് കൈവശമുണ്ട്. അത് നടപ്പിലാക്കുകയാണ് ഇപ്പോൾ നീതിപൂർവ്വം നടക്കുന്നത് എന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.